പുതിയുഗ യാത്രയ്ക്ക് അടിമാലിയിൽ നൽകിയ സ്വീകരണ പരിപാടി സതീശന് ദഹിച്ചിട്ടില്ല. സ്വീകരണം സതീശൻ വിചാരിച്ചത്ര കൊഴുത്തിട്ടില്ലെന്ന് തന്നെ പറയണം. വേദിയിലുണ്ടായ തിക്കും തിരക്കും ബഹളവും ഒന്നും സതീശന് പിടിച്ചിട്ടില്ല. കുറ്റ്യാടിയിലെ ഉന്തും തള്ളും മറ്റൊരു യാത്രയിൽ പടക്കം പൊട്ടിച്ചപ്പോഴുള്ള സതീശന്റെ പ്രതികരണവുമെല്ലാം കഴിഞ്ഞ് എയറിൽ നിന്ന് പുള്ളി ഭൂമിയിലേക്കൊന്ന് എത്തിയതേയുള്ളൂ. അപ്പോഴേക്കും എയറിലേക്കുള്ള അടുത്ത വണ്ടി ഇതാ വന്നു. വി.ഡി. സതീശൻ പ്രസംഗിക്കുന്നതിനിടെ വേദിയിലുള്ളവർ കുശലം പറഞ്ഞു. പലതവണ സതീശൻ കണ്ണുരുട്ടി പറഞ്ഞു, അരുതവൂ, സംസാരിക്കരുതെന്ന്. സതീശൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ? പിന്നെയും ബഹളം. ഇക്കുറി സതീശൻ താക്കീത് ചെയ്തു. ഇതിന് പിന്നാലെ സ്റ്റേജിൽ നിന്ന നേതാക്കളോട് പിന്നോട്ട് മാറി നിൽക്കാനും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഇതിനു ശേഷമാണ് വീണ്ടും പ്രസംഗം തുടർന്നത്. വേദിയിലെ തിക്കും തിരക്കും കുറ്റ്യാടിയിൽ വിവാദമായതിന്റെ ടെൻഷനും സതീശന് കാണും. കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇതിനിടെയാണ് അടിമാലിയിലെ ഈ സംഭവ വികാസങ്ങളും. ഈ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ക്രൂരമായി പെരുമാറുകയാണെന്നും ഇടുക്കിയിലെ ഭൂമി പ്രശ്നം കേസ് നടത്തി സർക്കാർ കുളമാക്കിയെന്നും UDF അധികാരത്തിൽ വരുമ്പോൾ ഉപാധിരഹിത പട്ടയം നൽകുമെന്നുമാണ് വി.ഡി. സതീശൻ പറയാൻ തുടങ്ങിയത്. ഇതെല്ലാം പറയാനുള്ള സ്ക്രിപ്റ്റ് ഒരുക്കിക്കൊണ്ടുവന്ന് വേദിയിൽ ബഹളം കണ്ടപ്പോഴാണ് സതീശന് കൺട്രോൾ വിട്ട് കലിപ്പായി പോയത്. അടിമാലിയിലെ വേദിയിൽ നടന്നത് ഒരു സാധാരണ സംഘാടക പിഴവല്ല, അതൊരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി വേദിയിലെത്തിയ നേതാവിന് സ്വന്തം വേദിയിലുണ്ടായ ബഹളം പോലും നിയന്ത്രിക്കാൻ കഴിയാത്തത് വലിയ പരാജയം തന്നെയാണ്. കണ്ണുരുട്ടിയും താക്കീത് ചെയ്തും ശാന്തത ആവശ്യപ്പെട്ടെങ്കിലും അതിന് വില കിട്ടാത്ത അവസ്ഥ നേതൃത്വത്തിലെ ദൗർബല്യത തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വാഗ്ദാനങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് സ്വന്തം കൂട്ടാളികളിൽ പോലും ശാസനയും ഏകോപനവും ഉറപ്പാക്കാൻ കഴിയാത്തത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ കരുത്ത് കാണിക്കുക വളരെ എളുപ്പമാണ്. പക്ഷെ നിയന്ത്രണവും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന നിമിഷങ്ങളാണ് യഥാർത്ഥ നേതൃത്വത്തെ നിർവചിക്കുന്നത്. അല്ലാതെ വേദിയിൽ ബഹളം കാണുമ്പോൾ കലിപ്പിട്ട് ഇറങ്ങിപ്പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ച കാര്യമല്ല.